ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേദിയിലേക്ക് വരുവാനായി വഴി മാറിക്കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. വിശിഷ്ട അതിഥികൾക്ക് മാത്രമാണ് വേദിയിലേക്ക് പ്രവേശനം. ബാക്കിയുള്ളവർ വേദിയുടെ താഴെ തന്നെ നിൽക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നമസ്കാരം. വേദി അലങ്കരിക്കേണ്ട വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമാണ് വേദിയിലേക്ക് പ്രവേശനം അനുവദിക്കുക. മറ്റുള്ളവർ ദയവ് ചെയ്ത് വേദിയുടെ താഴെ നിൽക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് സഹകരിക്കുക. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ സംസ്ഥാന തല ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ പുതുയുഗ യാത്രയ്ക്ക് KSRTCയുടെ ശുഭാരംഭം. സ്ത്രീ ശാക്തീകരണത്തിൽ നാഴികക്കല്ലാവുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VP സതീശൻ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിനായി സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ പ്രതീകമായി മാറുന്ന ഈ ചരിത്രപരമായ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കേരളം ഉറ്റുനോക്കുന്ന പുതിയ സർക്കാരിന്റെ ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന, സർവേശ്വരന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥന ആരംഭിക്കുന്നത് KSRTC ജീവനക്കാരികളായ ശ്രീമതി ശബ്ദ ജലാലും ശ്രീമതി ശരി. ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളെയും സ്വാഗതം ചെയ്യുന്നതിനായി കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് IAS ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VP സതീശൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ, ജനപ്രതിനിധികൾ, KSRTCയിലെ പ്രിയ സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ ആദ്യ യാത്രയിലൂടെ ഭാഗമാകുന്ന എൻ്റെ പ്രിയ സഹോദരിമാരെയും ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ വലിയ യാത്രകൾ എല്ലാം വിമാനത്താവളത്തിൽ നിന്നോ വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ
ആരംഭിക്കണമെന്നില്ല. ചില യാത്രകൾ ഒരു സാധാരണ ബസ് സ്റ്റോപ്പിൽ നിന്നും തുടങ്ങുന്നത്. കയ്യിലൊരു ചെറിയ ബാഗും മനസ്സിലൊരു വലിയ പ്രതീക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തമ്പാനൂർ ബസ് ടെർമിനൽ ആരംഭിക്കുന്ന യാത്ര ഒരു സാധാരണ ബസ് യാത്രയല്ല. ബസ് ഓർഡിനറിയാണ്. പക്ഷേ ഈ തീരുമാനം ഒട്ടും ഓർഡിനറി അല്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവകാശം തുറന്നു കൊടുക്കുകയാണ്. പ്രായപരിധിയില്ല, വരുമാന പരിധിയില്ല, സാമൂഹിക പദവിയുടെ വേർതിരിവില്ല, പ്രത്യേക രേഖകളില്ല, മുൻകൂർ രജിസ്ട്രേഷനുമില്ല. ബസ്സിൽ കയറുക, കണ്ടക്ടറിൽ നിന്നും ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിലൂടെ 0 രൂപയുടെ പ്രിയദർശിനി ടിക്കറ്റ് സ്വീകരിക്കുക, യാത്ര തുടരുക. ടിക്കറ്റിലെ തുക 0ആണ്. പക്ഷെ ആ ടിക്കറ്റിൻ്റെ മൂല്യം അളക്കാനാവാത്തതാണ്. കാരണം ഒരു സ്ത്രീയുടെ യാത്ര പലപ്പോഴും ഒരാളുടെ മാത്രം യാത്രയല്ല. അതൊരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള യാത്രയാകാം, ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള യാത്രയാകാം, ഒരു തൊഴിലിലേക്കോ പരിശീലന കേന്ദ്രത്തിലേക്കോ ചെറിയൊരു സംരംഭത്തിലേക്കോ ഉള്ള യാത്രയായിരിക്കും. ചിലപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയാണ്. യാത്ര ചെലവായി ഓരോ ദിവസവും മാറ്റി വെച്ചിരുന്ന ചെറിയ തുക പോലും ഇനി ഒരു കുടുംബത്തിന് കയ്യിൽ സൂക്ഷിക്കും. ആ തുക കുട്ടിയുടെ പുസ്തകത്തിനാകാം, മരുന്നാകാം, ഭക്ഷണമാകാം, നാളേക്കായി സൂക്ഷിക്കുന്ന ചെറിയ സമ്പാദ്യമാകാം. അതിനാൽ ഇത് സൗജന്യ യാത്രയുടെ പദ്ധതി മാത്രമല്ല, ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പദ്ധതിയാണ്. ഇത് അവസരങ്ങളിലേക്കുള്ള പ്രവേശന പത്രമാണ്. പ്രിയദർശിനി തുറക്കുന്നത് ബസ്സിൻ്റെ വാതിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും വാതിലുകളാണ്. ഈ പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും തുല്യ അവകാശത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം പ്രസക്തമാണ്. പൊതുഗതാഗതം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുമ്പോഴാണ് പൊതുസ്ഥലം യഥാർത്ഥത്തിൽ പൊതുവാകുന്നത്. അതേസമയം ഈ പദ്ധതി നടപ്പാക്കുന്ന KSRTCയെ ദുർബലമാക്കിക്കൊണ്ടല്ല, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. സൗജന്യം യാത്രക്കാർക്കാണ്. KSRTCയുടെ വരുമാനം സംരക്ഷിക്കപ്പെടും. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ ഗതാഗത സേവനത്തിൽ നിന്നും സാമൂഹിക നീതിയിലേക്കുള്ള പാലമായി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പദ്ധതി. ഇന്നത്തെ ഉദ്ഘാടന സർവീസിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണെന്നതിലും മനോഹരമായൊരു പ്രതീകമുണ്ട്. പ്രിയദർശിനിക്ക് മറ്റൊരു പച്ചയായ അർത്ഥവുമുണ്ട്. കൂടുതൽ പേർ സ്വകാര്യ വാഹനത്തിൽ നിന്നും പൊതുഗതാഗതത്തിലേക്ക് വരുമ്പോൾ ഇന്ധന ഉപയോഗം കുറയും, ഗതാഗത കുരുക്ക് കുറയും, കാർബൺ എമിഷൻസ് കുറയും. അതായത് ഈ പദ്ധതി കുടുംബത്തിൻ്റെ ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം ഭൂമിയുടെ ഭാരവും കുറയ്ക്കുന്നു. ഒരു നല്ല പൊതുനയം ഒരേ സമയം പല ജീവിതങ്ങളെയും സ്പർശിക്കണം. കുടുംബ ബഡ്ജറ്റിനെയും തൊഴിലവസരങ്ങളെയും സ്ത്രീ ശാക്തീകരണത്തെയും പൊതുഗതാഗതത്തെയും പരിസ്ഥിതിയെയും പ്രിയദർശിനി അത്തരമൊരു ശ്രമമാണ്. സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ഉത്തരവിൽ പദ്ധതി ആരംഭിക്കാം. പക്ഷേ അതൊരു സാമൂഹിക മാറ്റമായി വളരുന്നതിന് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും പങ്കാളിത്തം കൊണ്ടാണ്. ഈ പദ്ധതി സമയബന്ധിതമായി സജ്ജമാക്കിയ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർക്കും KSRTCയുടെ മാനേജ്മെൻറ്റിനും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സാങ്കേതിക വിഭാഗങ്ങൾക്കും ഡിപ്പോ ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഓരോ സ്ത്രീയെയും മാന്യതയോടെ സ്വാഗതം ചെയ്യുമ്പോഴും ഓരോ ട്രാൻസ്ജെൻഡർ യാത്രക്കാരനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുമ്പോഴും ഈ പദ്ധതിയുടെ യഥാർത്ഥ വിജയം ആരംഭിക്കുന്നു. ഈ ചരിത്രപരമായ പദ്ധതി സംസ്ഥാനത്തിന് സമർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. പ്രഖ്യാപനങ്ങളെ ഉത്തരവുകളാക്കി, ഉത്തരവുകളെ സംവിധാനങ്ങളാക്കി, സംവിധാനങ്ങളെ സാധാരണ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ആശ്വാസമാക്കി മാറ്റുന്നതിലാണ് ഭരണത്തിന്റെ യഥാർത്ഥ അർത്ഥം.
സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഒരു സാമൂഹിക അവകാശമായി കണ്ട് ഈ പദ്ധതിക്ക് ദിശയും തീരുമാനവും നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർക്ക് അതീവ ആദരവോടെയും സ്നേഹത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പള്ളിയുടെ അധ്യക്ഷ പദവിയും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ അവരുടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ തുളസി അവർക്ക് ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ എം വിൻസൻ MLA അവരുടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ എൻ ശക്തൻ MLA ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ട്രാൻസ്പോർട്ട് അനുപമ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ഭട്ടത്തിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് വിശിഷ്ട അതിഥികളായ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ ഹരികുമാർ, IUML തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഭീമപ്പള്ളി റഷീദ്, CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ മൻകോട് രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ജോണി ചെക്കിട്ട, RSP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ തിരുവൂർ പ്രസന്നകുമാർ, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ, CMP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ MR മനോജ്, കേരള കോൺഗ്രസ് ജേക്കബ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ AK വേലപ്പൻ നായർ, RMP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണപിള്ള, ജില്ലാ പാർലമെന്റ് ബോർഡ് ചെയർമാൻ RJD ശ്രീ NN നായർ, ജില്ലാ പാർലമെന്റ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ശ്രീ ശരൺ J നായർ, അഡീഷണൽ സെക്രട്ടറി ട്രാൻസ്പോർട്ട് ശ്രീ വിജയശ്രീ KS, CMD KSRTC ഡോക്ടർ PS പ്രമോദ് ശങ്കരൻ ഞാൻ സ്വന്തം എല്ലാം യോഗത്തിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ ടിക്കറ്റ് പുറത്തിറങ്ങിയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ഒരു പുതിയ വിശ്വാസമാണ് യാത്ര തുടങ്ങുന്നത്. പണം കുറവായതുകൊണ്ട് ഒരവസരവും അകലെയാകരുത്. യാത്രാ ചെലവ് കാരണം ഒരു സ്വപ്നവും വീട്ടിൽ തന്നെ നിൽക്കരുത്. 0 രൂപയുടെ ഈ ടിക്കറ്റ് അനന്തമായ സ്വാധീനത്തിലേക്കുള്ള യാത്രാ പത്രമായി മാറട്ടെ. പ്രിയദർശിയുടെ ഓരോ യാത്രയും ഒരു കുടുംബത്തിന് ആശ്വാസവും, ഒരു സ്ത്രീക്ക് ആത്മവിശ്വാസവും, സമൂഹത്തിന് കൂടുതൽ നീതിയും, കേരളത്തിന് കൂടുതൽ ഹരിതമായ ഒരു നാളെയും സമ്മാനിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിൽ നിന്നോട് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ A. ജയതിലക് IAS, ചീഫ് സെക്രട്ടറി കേരള സർക്കാർ. അടുത്തതായി റിപ്പോർട്ട് സമർപ്പണമാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി ശ്രീമതി TV അനുപമ IAS-നെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ, ജനപ്രതിനിധികളെ, പ്രിയമുള്ളവർ, സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പരിമിതികൾ കൂടാതെ യാത്ര ചെയ്യുന്നതിനു വേണ്ടിയുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് പങ്കാളിത്തപൂർണ്ണവും ഊർജ്ജസ്വലവുമായ സമൂഹ നിർമ്മിതിക്കും കാരണമാകുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായുള്ള പ്രിയദർശിനി പദ്ധതിക്ക് ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അപേക്ഷയോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ തന്നെ KSRTCയുടെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്ര അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ജൂൺ 11 പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള KSRTCക്കുള്ള 3125 ഓർഡിനറി ബസ്സുകളിൽ ഈ സേവനം ലഭ്യമാകുന്നതും പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 0 മൂല്യമുള്ള ടിക്കറ്റിലൂടെ ഈ ഒരു സേവനം എല്ലാവർക്കും ലഭ്യമാകുന്നതുമാണ്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലുള്ള മുന്നേറ്റം, സുരക്ഷ, ലിംഗസമത്വം എന്നിവയിലുള്ള വർധന, അതിലൂടെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് വഴിയുള്ള പരിസ്ഥിതി സംരക്ഷണം എന്നിവ കൂടി ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പദ്ധതിയിലൂടെ KSRTCക്ക് ഉണ്ടാകുന്ന അധിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഗ്രാന്റ് വഴി വഹിക്കുന്നതാണ്. പ്രിയദർശിനിയുടെ ഒരു വിജയകരമായ നടത്തിപ്പിലൂടെ കൂടുതൽ ജനകീയവും സ്ത്രീ സൗഹൃദവുമായ മാതൃകാ പൊതുഗതാഗത സ്ഥാപനമായി KSRTC മാറുമെന്ന് കൂടി നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു പദ്ധതിയുടെ റിപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ മുന്നോട്ട് വയ്ക്കുന്നു. നന്ദി. നന്ദി ശ്രീമതി TV അനുപമ IAS, ട്രാൻസ്പോർട്ട് സെക്രട്ടറി. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയാണ്.
കൂടിയാണ് അദ്ദേഹം. ഇവിടുത്തെ സ്ഥലം MLA കൂടിയാണ്. കേരള സർക്കാരിന്റെ ആസൂത്രണ സാമ്പത്തിക മേഖലകളിൽ ദീർഘകാല പാരമ്പര്യമുള്ള ഒരു വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോണിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവ് ശ്രീ VD സതീശൻ അവർ, ഇവിടെ സന്നിധരായിട്ടുള്ള മന്ത്രിമാർ കെ മുരളീധരൻ അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ശ്രീമതി KA തുളസി ഇവിടെ എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന മേയർ അഡ്വക്കേറ്റ് VV രാജേഷ്, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള N ശക്തൻ MLA, M വിൻസെന്റ്, അതേപോലെ തന്നെ ഇവിടെ സന്നിധനായി ഉള്ള KR ജ്യോതിലാൽ, നാഗരാജു ചകിലൻ, ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള ശ്രീ ഹരികുമാർ, റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ശ്രീമതി TV അനുപമ, നമുക്ക് സ്വാഗതം ആശംസിച്ച ചീഫ് സെക്രട്ടറി ജയതിലക് IAS, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഭീമാപ്പള്ളി റഷീദ്, മാങ്കോട് രാധാകൃഷ്ണൻ, ജോണി ചക്കിട്ട, ഇടവൂർ പ്രസന്നകുമാർ, കരമന ജയൻ, MR മനോജ്, AK വേലപ്പൻ നായർ, G ബാലകൃഷ്ണപിള്ള, NM നായർ, ശരൺ J നായർ, വിജയശ്രീ KS, കൃതജ്ഞത അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KSRTCയുടെ ഈ ചരിത്ര നിയോഗത്തിന് ചുമതലപ്പെട്ട ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രമോദ് ശങ്കർ തുടങ്ങിയിട്ടുള്ള പ്രമുഖ ഈ വേദിയിലെ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകളെല്ലാവരും, ഈ സദസ്സിലിരിക്കുന്നവരെല്ലാം ഈ വേദിയിൽ തന്നെ ഇരിക്കാൻ അർഹതപ്പെട്ട ആളുകളാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ, PK വേണുഗോപാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. KPCCയുടെ ഭാരവാഹികൾ, മറ്റ് പാർട്ടികളുടെ ഭാരവാഹികൾ, എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അധ്യക്ഷ പ്രസംഗം എന്ന രീതിയിൽ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ബഹുമാനായ മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും പറയാൻ ഇരിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലും പൊതുഗതാഗത സമ്പ്രദായത്തിൻ്റെ ചരിത്രത്തിലും ഒരു വലിയ നാഴികക്കല്ലാണ് ഇന്ന് തമ്പാനൂരിൽ നാം നാട്ടാൻ പോകുന്നത്. ആദ്യമായി ഒരു പൊതുഗതാഗത സമ്പ്രദായം തിരുവിതാംകൂറിൽ ഉണ്ടായത് 1937-38 കാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ 1938 ഫെബ്രുവരി 20-നാണ് ചിത്രത്തിരുന്നാൾ മഹാരാജാവ് ഇവിടെ നിന്നും ഒരു ബസ് സർവീസ് ആരംഭിച്ചത്. ആ ബസ് സർവീസ് തുടങ്ങാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ ലണ്ടൻ യാത്രയായിരുന്നു. ആ ലണ്ടൻ യാത്രയിൽ അദ്ദേഹം കണ്ട ലണ്ടൻ ബസ്സുകളുടെ മാതൃകയിൽ അവിടുത്തെ ബസ്സുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ബോഡി ബിൽഡ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ബസ് നിർമ്മിച്ചത്. 33 ബസ്സുകൾ അന്നുണ്ടായി. ഇന്ന് നമ്മുടെ ബസ്സുകളുടെ എണ്ണം 5700-ഓളം ബസ്സുകളാണ്. ആ അർത്ഥത്തിൽ അന്ന് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്ത്യയിൽ വളരെ അപൂർവമായി ഉണ്ടായിരുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്ന അന്നത്തെ ഗവൺമെൻറ്റിനെ തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. 65-ൽ RTCകൾ, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഉണ്ടായപ്പോഴാണ് KSRTC എന്ന പേരിൽ കേരളത്തിലും മറ്റെല്ലാ സ്റ്റേറ്റുകളിലും RTCകൾ ഉണ്ടായത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5700 ബസ്സുകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആയിരക്കണക്കിന് സർവീസുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. അതിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ
സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, കൂടുതൽ വികേന്ദ്രീകരിക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ രംഗത്തെ പബ്ലിക് പോളിസി. ഒന്നാമതായി നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റുകളെ ഈ കാര്യത്തിൽ നാം ശാക്തീകരിക്കുകയാണ്. ലോക്കൽ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നാം ആവിഷ്കരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി സമ്പ്രദായം വിപുലമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. മുനിസിപ്പാലിറ്റികൾക്കും ആ തരത്തിൽ ബസ്സുകൾ ഓടിക്കുകയാണെങ്കിൽ KSRTC അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. കോർപ്പറേഷന് അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വണ്ടികൾ സ്പോൺസർ ചെയ്യാനുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ അതിൻ്റെ മൊഡാലിറ്റി എന്താണെന്നുള്ളത് അധികം താമസിയാതെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ഈ KSRTC ഡിപ്പോ മുതൽ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും 93 ഡിപ്പോകളാണ് നമുക്കുള്ളത്. അവിടെയെല്ലാം നമ്മുടെ MLA-മാർക്കും MP-മാർക്കും ജനപ്രതിനിധികൾക്കും അംഗീകൃതമായ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അംഗത്വമുള്ള ഒരു സമിതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് അതിൻ്റെ പൂർണ്ണമായ സമ്മതം വാങ്ങിച്ചു. അതുകൊണ്ട് ഇനി മേലിൽ ജനകീയമായി തന്നെ നമ്മുടെ എല്ലാ ഡിപ്പോകളും പരിപാലിക്കപ്പെടും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇത് പൗരന്മാരുടെ സ്വത്താണ്, ഇത് പൗരസമൂഹത്തിൻ്റെ സ്വത്താണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് ബസ്സാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല, എൻ്റെയും നിങ്ങളുടെയും സ്വന്തം ബസ്സാണ്. ആ അർത്ഥത്തിൽ അതൊരു സ്വകാര്യ സ്വത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീണ്ട പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. ഈ വേദിയിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ വിസ്മയങ്ങളുടെ പെരുമഴ പെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇനീഷ്യലിലെ ആദ്യത്തെ അക്ഷരം തന്നെ മലയാളത്തിലുള്ള വിസ്മയമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മറ്റൊരു വിസ്മയം ഇപ്പോൾ ഇവിടെ പൊട്ടി വിടരാൻ പോകുന്നു. അദ്ദേഹം ഒരു ടിക്കറ്റ് ഒരു വനിതയ്ക്ക് കൊടുക്കും. ആ ടിക്കറ്റിൽ 0 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ വനിതകളെല്ലാവരും എവിടെയാണ് പോകുന്നത് എന്ന് കൃത്യമായി എഴുതണം. അവരോട് കണ്ടക്ടറോട് പറയണം. അതുപോലെ എവിടെയെങ്കിലും ഉദാഹരണത്തിന് ഇവിടെ നിന്നും പാളയത്തേക്ക് പോയി വീണ്ടും നിങ്ങൾക്ക് പോകണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം, പൈസ കൊടുക്കണ്ട എന്ന് മാത്രം. അതുകൊണ്ട് ആ ടിക്കറ്റിംഗ് സമ്പ്രദായം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ആ ഉദ്ഘാടനത്തിനായി വളരെ വിനയപൂർവ്വം എനിക്ക് സഹോദര തുല്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ UDFൻ്റെ ഏറ്റവും പ്രായം കൊണ്ട് കുറവാണെങ്കിലും പ്രായം കുറഞ്ഞ കാരണവസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ ഞാൻ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്ദി. ഇനി കേരളം കാത്തിരിക്കുന്ന ചരിത്ര നിമിഷത്തിലേക്ക് സർക്കാരിന്റെ വാഗ്ദാനമായ പ്രിയദർശിനി സൗജന്യ യാത്ര ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രാവർത്തികമായിരിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന ഈ സ്വപ്ന പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കിയിരിക്കുന്നു. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇവിടെ വേദിയിൽ നിർവഹിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ
ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, ബഹുമാന്യയായ മന്ത്രി ശ്രീമതി KA തുളസി, മുൻ സ്പീക്കറും മന്ത്രിയും കൂടിയായ ട്രാൻസ്പോർട്ട് മന്ത്രിയും കൂടിയായ ശ്രീ N ശക്തൻ, ചീഫ് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, KSRTC MD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെ, നമ്മുടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, KSRTC ജീവനക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതി. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ജോൺ KSRTCയുടെ ചരിത്രത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇന്നിവിടെ ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദി കൂടി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. 110 വർഷം മുമ്പാണ് ഇവിടെ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആദ്യത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 1965-ലാണ് KSRTC ജനകീയ മന്ത്രിസഭയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് ആരംഭിച്ചു. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രിയദർശിനി പദ്ധതി ഈ സർക്കാർ നടപ്പാക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്, സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. വലിയ അലൂമിനിയം പാത്രവുമായി മത്സ്യ വിപണനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നഗരങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഈ നഗരത്തിലേക്ക് ഹോം മെയ്ഡായി ഫ്ലാറ്റുകളിലും വില്ലകളിലും 3-4 ഫ്ലാറ്റുകളിൽ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, കഠിനാധ്വാനം ചെയ്ത് രാവിലെ എത്തി സന്ധ്യ എങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന പാവപ്പെട്ട സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ജീവനക്കാർ, പല തരത്തിലുള്ള സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ, ആശുപത്രികളിലേക്ക് വരുന്നവർ, ബാങ്കുകളിൽ പോകാൻ വരുന്നവർ, സർക്കാർ ഓഫീസിൽ പോകാൻ വരുന്നവർ, എത്രയോ പേരാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവം സ്ത്രീകളാണ്. പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപ എന്ത് ചെയ്യണമെന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു ദിവസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ആ പണം എന്ത് ചെയ്യണം. ഒരു സ്ത്രീ എന്നോട് ഉപദേശം ചോദിച്ചു. അപ്പൊ എനിക്ക് ധനകാര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അന്ന് മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുമെന്നൊന്നും അറിയില്ല. ഞാൻ ഒരു KSFEയിൽ ചിട്ടി കൂടിയാ വന്നത്. ഇപ്പൊ എനിക്ക് തോന്നി നല്ല ഉപദേശമായിരുന്നു. ഇപ്പൊ KSFE എന്റെ വകുപ്പിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ അപ്പൊ ഒരു സേവിങ്സ് അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ, ഒരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹത്തിന് ഈ തുക മാറ്റിവെക്കാം. പിന്നെ ചെലവഴിക്കപ്പെടുമല്ലോ ഈ തുക. സർക്കാർ 800 കോടിയോളം രൂപയാണ് മുടക്കുന്നത്. 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഗതാഗത മന്ത്രിയെ കുറിച്ച് ഒരു ആത്മവിശ്വാസമുണ്ട്, അവരുടെ ടീമിനെ കുറിച്ച്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പൈസ ഒന്നും വേണ്ട എന്ന് ഗവൺമെന്റിനോട് പറയും, ധനകാര്യ വകുപ്പിനോട്.
അവരുടെ ആ ടീം അത് നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. KSRTCയുടെ വരുമാനം അവർ വർദ്ധിപ്പിക്കുമ്പോൾ സംശയം വേണ്ട. ഈ പണം നമ്മുടെ കേരളത്തിൽ തന്നെ ചെലവഴിക്കപ്പെടും. ഈ പണം പല കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും. പല രീതിയിൽ ടാക്സായും അല്ലാതെയുമായി മണി സർക്കുലേഷന്റെ ഭാഗമായി തിരിച്ചു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ പണം ചെലവഴിക്കപ്പെടും. ആ പണം ചെലവഴിക്കപ്പെടുമ്പോൾ അതിന്റെ ഗുണം പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഉണ്ടാവും, ഒരു സംശയമില്ല. പിന്നെ ഉത്കണ്ഠ എന്താ? ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറുന്ന മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്കു നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. പ്രത്യേകിച്ച് അർബൻ പ്ലാനിങ്ങിന്റെ ഭാഗമായി നഗരങ്ങളിൽ, ഇപ്പൊ കൊച്ചിയിലെ കാരണമാണ് ഞാൻ, കൊച്ചിയിലെ ഹൈക്കോടതിയിൽ 2000 വക്കീലന്മാർ വരുന്നു. 2000 കാറുകൾ തന്നെ ഇവർ വരുന്നു. അതിന്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ വക്കീലിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അപ്പൊ അവർക്ക് ആ വണ്ടിയിൽ കയറി വരാം. അപ്പൊ നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ചും ഈ ഗവൺമെന്റ് ഗൗരവകരമായി ആലോചിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖല കൂടി അതിന്റെ പങ്കാളികളാവും. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഒരു സെക്ടറും തളരാൻ പാടില്ല. ഒരു സെക്ടറും തളരുന്ന സെക്ടറിനെ താങ്ങി നിർത്തുകയാണ് ഗവൺമെന്റിന്റെ ജോലി. മൂന്നാമതൊരു കാര്യം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പൊ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ? പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറയാം, ഒരു പുരുഷ വിരോധി എന്നല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവർ യാത്ര ചെയ്യുന്നു. ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിൽ മറ്റോ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി അവിടെ പോകും. ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവർക്കൊന്ന് കൊടുക്കട്ടെ. മാത്രമല്ല ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണും. ആദരവായി സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി, ബഹുമാനത്തോടു കൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്തോഷം കൂടിയുണ്ട്. ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. മാത്രമല്ല ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നത് ഇതാണ്. ഈ പരിപാടി, ഈ പദ്ധതി കൂടിയാണ്. മൊത്തം സ്ത്രീകൾ ടേക്ക് ഓവറിലേക്കാണ്. അങ്ങനെ ആകട്ടെ, ഇനിയുള്ള കാലവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി. അടുത്തതായി പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിയിലെ
ആദ്യത്തെ ടിക്കറ്റുകൾ ഇവിടെ വേദിയിൽ കൈമാറുകയാണ്. ഈ ടിക്കറ്റ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ഗംഗയെയും ശ്രീമതി അമല പ്രസാദിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യ ടിക്കറ്റുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഇവിടെ വേദിയിൽ കൈമാറുന്നു. മൈക്കും ചേർന്നിട്ട് ആദ്യ ടിക്കറ്റുകളാണ് ഇവിടെ വേദിയിൽ കൈമാറിയിരിക്കുന്നത്. അടുത്തതായി ഈ പദ്ധതിയെ കുറിച്ച് ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോയുടെ പ്രകാശനമാണ്. വീഡിയോ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ ആസ്പദമാക്കിയുള്ള വീഡിയോയുടെ പ്രകാശനം ഇവിടെ ഈ വേദിയിൽ ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ നിർവഹിക്കുന്നു. വേഗം വാമോളെ, 8 മണിക്കുള്ള ബസ് പോവും. സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോയുടെ പണം ഇന്ന് കൊടുക്കണം. നാളെ കൊടുക്കാൻ മോളെ, അച്ഛൻ വരട്ടെ. ഒരു ഫുള്ള് ഒരു ഹാഫും കരമന. പണം വാങ്ങിയില്ലല്ലോ.